ഹലോ. അച്ചാറിൻ്റെ ആ ഒരു എരിവോ കുത്തലോ ഒന്നുമില്ലാതെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മാങ്ങയും ക്യാരറ്റും പാവയ്ക്കയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കുറച്ച് ദിവസം കേടാവാതെ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതിലാണെങ്കിൽ നല്ലെണ്ണ എടുക്കാം. ഞാനിപ്പോൾ എന്തായാലും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ മസാലയായിട്ട് ഈ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. വേറെ അങ്ങനെ സ്പൈസി ആയിട്ടുള്ള പൊടികളൊന്നും നമ്മളിതിലേക്ക് അച്ചാറിലേക്ക് ചേർക്കുന്നില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് മെഴുക്ക് പുരട്ടിക്കൊക്കെ എടുക്കുന്നത് പോലെ ഒന്ന് വഴറ്റി ഒന്ന് അടച്ച് വെച്ച് പാവയ്ക്ക ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാവയ്ക്കൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ക്യാരറ്റും ഒരുപാടങ്ങ് വെന്ത് പോകണമെന്നില്ല. ജസ്റ്റ് കടിക്കുമ്പോൾ നമുക്കൊരു ക്രഞ്ചി ഫീൽ ചെയ്യണം. ആ ഒരു പരുവത്തിലാണ് നമ്മൾ ക്യാരറ്റും കുക്ക് ചെയ്തെടുക്കുന്നത്. ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കതിലേക്ക് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഇനി നമ്മളിത് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ വേവാതെ കിടക്കുന്നതാണ് അച്ചാറിന് എപ്പോഴും ടേസ്റ്റ്. ഇനി വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി എക്സ്ട്രാ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർക്കുമ്പോൾ എന്തായാലും കുറച്ച് ഉപ്പ് വേണമല്ലോ, അതുകൊണ്ടാണ് ഉപ്പ് ചേർത്തത്. ഓൾറെഡി നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ ഈ ഒരുപാട് സ്പൈസി അല്ലാത്ത പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.